എല്ലാവർക്കും B2O ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ഗുരുവായൂർ റോട്ടിൽ നിന്ന് കുറച്ചു മാറി ഒരു ചെറിയ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രകൃതി രമണീയവും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായ പെരുവന്മല മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഴുവഞ്ചേരിക്കടുത്ത് എരനല്ലൂരിലാണ്. ഞങ്ങളങ്ങനെ പെരുവന്മല മഹാദേവ ക്ഷേത്രത്തിൻ്റെ മലയുടെ താഴ്വാരത്തെത്തി. ഇനി നമുക്ക് പതുക്കെ മല കയറാം. പ്രത്യേകിച്ച് സ്റ്റെപ്പുകളൊന്നുമില്ല. കാടിനകത്തുകൂടെയാണ് വഴി. നന്നായി സൂക്ഷിച്ചു വേണം കയറുവാൻ, കാരണം അല്ലെങ്കിൽ സ്ലിപ്പാകാനുള്ള ചാൻസസ് കൂടുതലാണ്. കുറച്ച് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു സഹായി എന്ന വണ്ണം നമുക്ക് പിടിച്ചു കയറുവാനായി കമ്പിയുണ്ട്. മുകളിലേക്ക് കയറിപ്പോകും തോറും ചുറ്റും അതിമനോഹരമായ കാഴ്ചകളാണ്. ക്ഷേത്രത്തിനടുത്തെത്തിക്കഴിഞ്ഞു. ക്ഷേത്രത്തിന് നേരെ മുൻപിലായി ഒരു ആൽമരം, ചെറിയ ദീപസ്തംഭം, ബലിക്കല്ല് എന്നിവ കാണാം. കൊടിമരമില്ല.
കയറുമ്പോൾ താഴത്തെ ബോർഡിൽ കണ്ടത് ക്ഷേത്രത്തിലെ രാവിലത്തെ മാത്രം ടൈമിംഗ് ആണ്. അതുകൊണ്ട് വൈകിട്ട് ക്ഷേത്രം തുറക്കുമോ ഇല്ലയോ അറിയില്ല. ഇപ്പോൾ വൈകിട്ട് 4:30 മണി കഴിഞ്ഞു. ക്ഷേത്രം തുറക്കുന്നത് വരെ നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. നേരെ മുന്നിലായി കാണുന്നതാണ് ആൽമാവ്. ഈ കാണുന്നതാണ് പെരുവൻമലയിലെ ഒരു അത്ഭുതം. ഞാൻ മുൻപ് പറഞ്ഞ ആൽമാവ്. ആത്മാവല്ലാട്ടോ, ആലും മാവും കൂടി ഒന്നിച്ച് ഒരു മെയ്യായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വിസ്മയമാണിത്. സാധാരണയായി ചില സ്ഥലങ്ങളിൽ ആലും വേപ്പും ഒന്നിച്ചു കാണാറുണ്ട്. എന്നാൽ ഒരു മാവും ഒരു ആലും കൂടി കാണുന്നത് വളരെ വിരളമാണ്. ധാരാളം മാങ്ങകളും കാണുന്നുണ്ട്. ഉദയാസ്തമന ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്.
ക്ഷേത്രം തുറന്നു. ഇനി ക്ഷേത്രത്തിനകത്തുള്ള കാഴ്ചകൾ കൂടി കാണാം. ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള മറ്റു വിശേഷങ്ങൾ നമുക്ക് ഹരിശങ്കർ തിരുമേനിയിൽ നിന്നും കേൾക്കാം. ഹരിശങ്കർ തിരുമേനി, നമസ്കാരം. നമസ്കാരം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇതൊരു അത്ഭുത ക്ഷേത്രം തന്നെയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടെ ഇതിൻ്റെ ഐതിഹ്യമോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേകതകളോ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു തിരുമേനി. എനിക്കറിയാവുന്ന ഐതിഹ്യങ്ങൾ, അതായത് പൂർവികർ പറഞ്ഞു കേട്ട് വന്നിരുന്നത് പറയാം. ഇവിടെ തെങ്കൈലാസത്തിലേക്ക് പോയിട്ട് മടങ്ങി അതായത് ഹിമാലയത്തിലെ കൈലാസത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്രകൃതി രമണീയത കണ്ടിട്ട് പാർവതി പരമേശ്വരന്മാർ വിശ്രമിച്ച സ്ഥലമാണ്. ഈ കുന്നു മുഴുവൻ ഐതിഹ്യം ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ചുറ്റുവട്ടത്തൊന്നും ഇത്രയും വലിയൊരു കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ പെരുമല അല്ലെങ്കിൽ പെരുവന്മല എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഐതിഹ്യം എന്ന് വെച്ചാൽ സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹമാണ് ഈ ഇപ്പോഴുള്ള വിഗ്രഹത്തിൻ്റെ അടിയിൽ. അങ്ങനെയാണ് ഒരു 10-15 കൊല്ലം മുമ്പ് അഷ്ടമൂല പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞത്. പിന്നീട് പരശുരാമനാണ് അത് പ്രതിഷ്ഠയായിട്ട് നടത്തിയത്. 108 ശിവാലയങ്ങളിലൊന്നാണ്. പിന്നെ ഇവിടുത്തെ ഐതിഹ്യം എന്ന് വെച്ചാൽ ആദ്യം ഇവിടെ കിണറുണ്ടായിരുന്നില്ല, ഒരു കൊക്കർണിയായിരുന്നു. ഈ കുന്നിൻ്റെ അഗ്നിമൂലയിൽ ഒരു കൊക്കർണിയായിരുന്നു. അഗ്നിമൂലയല്ല, കന്നിമൂലയിൽ. അവിടുന്ന് വെള്ളം ഏറ്റി കൊണ്ടുവരുമായിരുന്നു. അത് ഏകദേശം ഒരു 400 മീറ്റർ ദൂരം ഉണ്ട് ഇവിടുന്ന് താഴത്തേക്ക്. അപ്പോൾ അന്നത്തെ അദ്ദേഹത്തിന് പൂജ കഴിച്ച തിരുമേനിക്ക് പ്രായമായിട്ട് വെള്ളം കൊണ്ടുവരാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച് ഒരു ദിവസം കിടക്കുകയാണ്. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു പുലർച്ചെ സമയത്ത് ഒരു പ്രായമായിട്ടുള്ള ആൾ വന്നിട്ട് പറയാണ്, അങ്ങേക്ക് ഇനി വെള്ളത്തിന് മലയിലേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, വെള്ളത്തിനുള്ള സൗകര്യം അവിടെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ഒന്നും ആരെയും കണ്ടില്ല. അദ്ദേഹം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു കിണറാണ് പിന്നെ കാണുന്നത്. ഈ കിണർ കുഴിച്ച മണ്ണോ അല്ലെങ്കിൽ ഇത് പടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ള, അതായത് കൊത്തുപണിയോട് കൂടിയിട്ടുള്ള കരിങ്കല്ലാണ് അടി വരെ. ആ കരിങ്കല്ലിൻ്റെ ബാക്കി ഒന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ ഈ മുറ്റത്ത് വിരിച്ചിട്ടുള്ള കരിങ്കല്ലൊന്നും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇതൊക്കെ എക്കുമ്പോൾ ഉണക്കുള്ള അത്. പക്ഷേ വളരെ കൃത്യമായിട്ട് അളന്ന് മുറിച്ച പോലെയാണ് ആ കരിങ്കല്ല് പാമ്പ് വരി, അതായത് കയറാനുള്ള വരി അടക്കം ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിയിൽ അതിപ്പോൾ ഈ കഴിഞ്ഞ വർഷം കിണർ വൃത്തിയാക്കിയപ്പോഴാണ് മനസ്സിലായില്ല, അതിൻ്റെ അടിയിൽ ഒരു 4 അടി ഉയരത്തിൽ ചുറ്റും വട്ടെഴുത്തിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ കിണറിൽ ഇറങ്ങിയ ആൾക്ക് പേടിയായിട്ട് എടുത്തില്ല. പിന്നെ അതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഒരു 26 കോല ആളുണ്ട്. വെള്ളം പറ്റാറുണ്ട്? വെള്ളം പറ്റില്ല. എത്ര വേനലിലും വെള്ളം പറ്റിയിട്ടില്ല. ഈ മലയുടെ മുകളിൽ ഇത്രയും വലിയൊരു കിണർ തന്നെ അതൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ ഈ ഇതിലത്തെ തീർത്ഥജലത്തിന് ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറ്റാനുള്ള കഴിവുണ്ട്. അത് വിശ്വാസം മാത്രമല്ല, അനുഭവമാണ്. ഒരുപാട് ആൾക്കാർ ഈ തീർത്ഥജലം കൊണ്ടുപോകാൻ മാത്രം ആൾക്കാർ വരുന്നുണ്ട്. അത് എന്താ പറയുക, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല, എല്ലാ ജാതി മതസ്ഥരും വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവർക്കൊക്കെ അനുഭവമാണ്. അപ്പോൾ അവരതിനനുസരിച്ച് എണ്ണയോ എന്തെങ്കിലും ഭഗവാന് പൂജയ്ക്കുള്ളത് അരിയോ ശർക്കരയോ നെല്ലായിട്ട് കൊടുക്കും. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് വെള്ളം കോരുന്ന കയറ്, ശ്വാസം മുട്ടിന് വളരെ വിശേഷമാണ്. നമ്മുടെ തൃക്കൂര് പോലെ. അതെ, തൃക്കൂര് ഗുഹാക്ഷേത്രത്തിലെ പോലെ ഇവിടെ വെള്ളം കോരുന്ന കയറ്
അതപ്പോൾ ഭക്തജനങ്ങൾ കൊണ്ടുവരണോ കയറ് അവർ വാങ്ങിക്കൊണ്ടുവരും, അല്ലെങ്കിൽ ഇവിടുന്ന് പ്രതീകാത്മകമായിട്ട് സമർപ്പിക്കും. സമർപ്പിക്കും? ഓക്കെ അപ്പം അതിനുള്ള ഇത് അടച്ചാൽ മതി. ഓക്കെ. അതാണ് മെയിൻ വഴിപാടായിട്ട് ഇവിടെ. മെയിൻ വഴിപാട് അത് കയറ്, പിന്നെ ചൂല്, തെങ്ങിന്റെ ഓല ചീന്തിയിട്ടുള്ള പുതിയ ചൂല്. ഓക്കെ. അത് മുടി ധാരാളം വളരാൻ, പനങ്കുല പോലെ മുടി വളരാൻ. ഓ അത് ശരി. അതും ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. ഓക്കെ. ചിലപ്പോൾ മേടിച്ചു കൊണ്ടുവരും, അല്ലാത്തവര് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊണ്ടുവരും, തെങ്ങിന്റെ ഓല ഒഴിഞ്ഞിട്ട്. പിന്നെ ബാക്കിയുള്ള വഴിപാടുകൾ എല്ലാ ശിവക്ഷേത്രത്തിലും പോലെ. ഉത്സവം എന്ന് പറയുന്നത് ശിവരാത്രിക്ക്. ഉത്സവം ശിവരാത്രിയും പിന്നെ തിരുവാതിര ധനുമാസത്തില്, അതാണ് പ്രധാനം. പിന്നെ പ്രതിഷ്ഠാനം എന്തോന്നും അറിയില്ല, അത്രയും കാലം പഴക്കം കൃത്യമായിട്ട് കൃത്യമായിട്ട് ഈ കിണറിന്റെ കാർബൺ ടെസ്റ്റ് നടത്തിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. എങ്ങനെയാലും ഒരു 22,500 വർഷം പഴക്കമുണ്ടാവും, ഉറപ്പാണ്. അതാണ്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആലും മാവും കൂടിയത്, അതൊരു അത്ഭുതമാണ്. അതും ഇവിടുത്തെ ഒരു അത്ഭുതമാണ്. പിന്നെ ഉപദേവതകളായിട്ട് ഗണപതി ഭഗവാനായിട്ട് അകത്ത് മുഖമണ്ഡലത്തിലൊരു വലംപിരി ഗണപതി ഉണ്ട്, അടിയുരത്തിലുള്ള വളരെ ശക്തിയുള്ള ഗണപതിയാണ്. പിന്നീട് പുറത്ത് ചുറ്റമ്പലത്തില് വേറൊരു വലംപിരി ഗണപതി ഉണ്ട്. പിന്നെ വനശാസ്താവ്, വനദുർഗ, നാഗങ്ങള്, ഇതൊക്കെയാണ് ഉപദേവന്മാര്. വളരെ നന്ദി തിരുമേനി. ഈ അമ്പലം കാണാനുള്ള ഭാഗ്യം തിരുമേനിയിൽ നിന്ന് അറിയാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു. നന്ദി. നമസ്കാരം. സമയം കിട്ടുമ്പോൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലവും ക്ഷേത്രവും തന്നെയാണിത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് സന്താനഭാഗ്യമില്ലാത്തവർക്ക് സന്താനലബ്ധി ഉണ്ടാകുവാനായി തൊട്ടിൽ കെട്ടുന്ന ഒരു ചടങ്ങാണ്. ഈ അവസരത്തിൽ നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ ശ്രീ ഹരിശങ്കർ തിരുമേനിക്കും ശ്രീ മഹേഷിനും B2O ചാനലിൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നേരം നിങ്ങളുടെ വിലയേറിയ സമയം ഈ വീഡിയോ കാണുവാൻ ചിലവഴിച്ചതിൽ നിങ്ങൾക്കെല്ലാവർക്കും പെരുവന്മല മഹാദേവന്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മറ്റ് മഹാക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതുകൂടി കാണുവാൻ അപേക്ഷിക്കുന്നു. കൂടെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.